മധ്യേഷ്യയിൽ സമാധാന ചർച്ചകൾക്കായുള്ള നയതന്ത്ര നീക്കങ്ങൾ സജീവമാകുന്നതിനിടെ മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേലിന് നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇറാന്റെ പിന്തുണയുള്ള പോരാളികൾ നടത്തിയ ഈ നീക്കം സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ചർച്ചകൾക്ക് മുൻപ് തങ്ങളുടെ സൈനിക കരുത്ത് തെളിയിക്കാനുള്ള നീക്കമായാണ് ഈ ആക്രമണത്തെ അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത്. ഇസ്രായേലിലെ പ്രധാന തുറമുഖ നഗരമായ അഷ്ദോദിലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള നാവിക കേന്ദ്രത്തിന് നേരെയാണ് മിസൈൽ വർഷം ഉണ്ടായത്. സമീപ ആഴ്ചകളിൽ ഇസ്രായേലിന്റെ ഉൾപ്രദേശങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഷ്ദോദിലെ സൈനിക കേന്ദ്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക വിവരങ്ങൾ. അറബ് പോരാളികൾ തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രായേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചാണ് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത്. ഇതിനകം തന്നെ പ്രതിരോധ മിസൈലുകളുടെ കുറവ് നേരിടുന്ന ഇസ്രായേലിന് ഈ ആക്രമണം വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. സൈനിക താവളത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇസ്രായേൽ പ്രതിരോധ സേന ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. സമാധാന ചർച്ചകൾക്കായി ഇറാനും അമേരിക്കയും തയ്യാറെടുക്കുന്ന നിർണായകമായ ഘട്ടത്തിലാണ് ഈ ഡെഡ്ലി സ്ട്രൈക്ക് അഥവാ മാരക പ്രഹരം ഉണ്ടായിരിക്കുന്നത്. ചർച്ചകളിൽ ഇസ്രായേലിന്റെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും തങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിപ്പിക്കാനുമുള്ള ഒരു തന്ത്രമായാണ് ഈ ആക്രമണത്തെ സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ആക്രമണം നടന്നതോടെ മേഖലയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഷ്ദോദിലെ നാവിക കേന്ദ്രം ഇസ്രായേലിന്റെ കടൽ വഴിയുള്ള വ്യാപാരത്തിനും പ്രതിരോധത്തിനും അത്യാവശ്യമായ ഇടമാണ്. ഇവിടെയുണ്ടായ തകർച്ച ഇസ്രായേലിന്റെ നാവികശേഷിയെ താൽക്കാലികമായെങ്കിലും ബാധിക്കാൻ സാധ്യതയുണ്ട്. സമുദ്ര സുരക്ഷയിൽ ഇസ്രായേൽ പുലർത്തുന്ന മേധാവിത്വത്തിന് മേൽ കരുനിഴൽ വീഴ്ത്താൻ ഈ ആക്രമണത്തിലൂടെ അറബ് പോരാളികൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അതേസമയം സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ ലെബനൻ, അമേരിക്ക, ഇസ്രായേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഊർജിതമായ നയതന്ത്ര ചർച്ചകളും നടക്കുന്നുണ്ട്. അമേരിക്കൻ പ്രതിനിധികൾ മധ്യസ്ഥതയ്ക്കായി മേഖലയിൽ സജീവമാണ്. സമാധാന കരാറുകൾ യാഥാർത്ഥ്യമാക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ലോകശക്തികൾ. ഇസ്രായേൽ പ്രധാനമന്ത്രിയും സൈനിക തലപ്പത്തുള്ളവരും അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. തങ്ങളുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ നിശബ്ദമായിരിക്കാൻ കഴിയില്ലെന്നാണ് ഇസ്രായേലിന്റെയും നിലപാട്. തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പുകൾ സൈന്യം പൂർത്തിയാക്കിയതായാണ് സൂചനകൾ. ലെബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഈ സംഭവത്തോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വെടിനിർത്തലിന് സമ്മതിച്ചതിനു ശേഷം ഇസ്രായേലിന് നേരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സമാധാന ശ്രമങ്ങളെ അപ്രസക്തമാക്കുന്നു. എങ്കിലും യുദ്ധം ഇനിയും നീണ്ടുപോകുന്നത് തടയാൻ അമേരിക്ക പരമാവധി ശ്രമിക്കുന്നുണ്ട്. മധ്യേഷ്യയിലെ ഈ സംഘർഷം വെറും ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക ക്രമത്തെയും ഇത് നേരിട്ട് ബാധിക്കുന്നു. അഷ്ദോദിലെ ആക്രമണ വാർത്തകൾ പുറത്തു വന്നതോടെ എണ്ണവിലയിൽ നേരിയ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം ആളിപ്പടർന്നാൽ അത് ലോകത്തിന് വലിയൊരു സാമ്പത്തിക ആഘാതമാകും. ഇറാന്റെ പങ്കിനെ കുറിച്ച് ഇസ്രായേൽ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തങ്ങളുടെ നിഴൽ സൈന്യങ്ങൾ വഴി ഇറാൻ നടത്തുന്ന ഈ പ്രകോപനങ്ങൾ സമാധാന ചർച്ചകളെ അട്ടിമറിക്കാനാണെന്ന് അവർ പറയുന്നു. എന്നാൽ ഇറാൻ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും തങ്ങളുടെ പ്രതിരോധ ശേഷിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. സാധാരണ ജനങ്ങൾ ഭീതിയോടെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. മിസൈൽ സൈറണുകൾ മുഴങ്ങുമ്പോൾ ബങ്കറുകളിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വരുന്ന ഇസ്രായേൽ ജനതയും ആക്രമണങ്ങളിൽ എല്ലാം നഷ്ടപ്പെടുന്ന പലസ്തീൻ, ലെബനൻ ജനതയും ഒരുപോലെ ദുരിതത്തിലാണ്. എത്രയും വേഗം ഒരു ശാശ്വത സമാധാനം ഉണ്ടാകണമെന്നാണ് അവരുടെ പ്രാർത്ഥന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ഈ സംഘർഷങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇസ്രായേലിന് നൽകുന്ന ശക്തമായ പിന്തുണയും ഇറാനോടുള്ള കടുത്ത നിലപാടും സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. ട്രംപിന്റെ ഇടപെടലുകൾ മേഖലയിൽ പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അറബ് പോരാളികൾ കൂടുതൽ ആധുനികമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നതും ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്നുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം കടലിനടിയിലൂടെയും ആകാശത്തിലൂടെയും ഒരേ സമയം ആക്രമണം നടത്താൻ ഇവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അഷ്ദോദിലെ ആക്രമണത്തിൽ ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതായി സംശയിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വൻ ശക്തികൾക്കിടയിലെ ഭിന്നത കാരണം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്.
ഇത് യുദ്ധം കൂടുതൽ കാലം നീണ്ടു നിൽക്കാൻ കാരണമാകുന്നു. ചർച്ചകൾക്ക് മുൻപുള്ള ഈ സൈനിക നീക്കങ്ങൾ ഒരുതരം മനഃശാസ്ത്ര യുദ്ധം കൂടിയാണ്. ശത്രുവിന്റെ ആത്മവീര്യം തകർക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇസ്രയേൽ സൈനിക കേന്ദ്രം തകർക്കപ്പെട്ടുവെന്ന വാർത്ത മറ്റ് അറബ് രാജ്യങ്ങളിലെ പോരാളികൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നട്ടെല്ലൊടിക്കാൻ ഇറാന് കഴിയുമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത് ഇസ്രയേലിന്റെ സുരക്ഷാ ചരിത്രത്തിലെ കറുത്ത പാടായി മാറും. ഇതിനെ മറികടക്കാൻ ഇസ്രയേൽ പുതിയ പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. ലെബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഈ സംഭവത്തോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വെടിനിർത്തൽ സമ്മതിച്ചതിനു ശേഷം ഇസ്രയേലിന് നേരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സമാധാന ശ്രമങ്ങളെ അപ്രസക്തമാക്കുന്നു. എങ്കിലും യുദ്ധം ഇനിയും നീണ്ടുപോകുന്നത് തടയാൻ അമേരിക്ക പരമാവധി ശ്രമിക്കുന്നുണ്ട്. മധ്യേഷ്യയിലെ ഈ സംഘർഷം വെറും ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക ക്രമത്തെയും ഇത് നേരിട്ട് ബാധിക്കുന്നു. അഷ്ദോദിലെ ആക്രമണ വാർത്തകൾ പുറത്തു വന്നതോടെ എണ്ണവിലയിൽ നേരിയ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം ആളിപ്പടർന്നാൽ അത് ലോകത്തിന് വലിയൊരു സാമ്പത്തിക ആഘാതമാകും. ഇറാന്റെ പങ്കിനെ കുറിച്ച് ഇസ്രയേൽ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തങ്ങളുടെ നിഴൽ സൈന്യങ്ങൾ വഴി ഇറാൻ നടത്തുന്ന ഈ പ്രകോപനങ്ങൾ സമാധാന ചർച്ചകളെ അട്ടിമറിക്കാനാണെന്ന് അവർ പറയുന്നു. എന്നാൽ ഇറാൻ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും തങ്ങളുടെ പ്രതിരോധ ശേഷിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. സാധാരണ ജനങ്ങൾ ഭീതിയോടെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. മിസൈൽ സൈറണുകൾ മുഴങ്ങുമ്പോൾ ബങ്കറുകളിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വരുന്ന ഇസ്രായേൽ ജനതയും ആക്രമണങ്ങളിൽ എല്ലാം നഷ്ടപ്പെടുന്ന പലസ്തീൻ, ലെബനൻ ജനതയും ഒരുപോലെ ദുരിതത്തിലാണ്. എത്രയും വേഗം ഒരു ശാശ്വത സമാധാനം ഉണ്ടാകണമെന്നാണ് അവരുടെ പ്രാർത്ഥന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ഈ സംഘർഷങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇസ്രായേലിന് നൽകുന്ന ശക്തമായ പിന്തുണയും ഇറാനോടുള്ള കടുത്ത നിലപാടും സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. ട്രംപിന്റെ ഇടപെടലുകൾ മേഖലയിൽ പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അറബ് പോരാളികൾ കൂടുതൽ ആധുനികമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നതും ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്നുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം കടലിനടിയിലൂടെയും ആകാശത്തിലൂടെയും ഒരേ സമയം ആക്രമണം നടത്താൻ ഇവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അഷ്ദോദിലെ ആക്രമണത്തിൽ ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതായി സംശയിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വൻ ശക്തികൾക്കിടയിലെ ഭിന്നത കാരണം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് യുദ്ധം കൂടുതൽ കാലം നീണ്ടു നിൽക്കാൻ കാരണമാകുന്നു. ചർച്ചകൾക്ക് മുൻപുള്ള ഈ സൈനിക നീക്കങ്ങൾ ഒരുതരം മനഃശാസ്ത്ര യുദ്ധം കൂടിയാണ്. ശത്രുവിന്റെ ആത്മവീര്യം തകർക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇസ്രയേൽ സൈനിക കേന്ദ്രം തകർക്കപ്പെട്ടുവെന്ന വാർത്ത മറ്റ് അറബ് രാജ്യങ്ങളിലെ പോരാളികൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നട്ടെല്ലൊടിക്കാൻ ഇറാന് കഴിയുമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത് ഇസ്രയേലിന്റെ സുരക്ഷാ ചരിത്രത്തിലെ കറുത്ത പാടായി മാറും. ഇതിനെ മറികടക്കാൻ ഇസ്രയേൽ പുതിയ പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും.